Good morning, SI. Sir. Good luck, Lodge. Sir. മാധവനാരെ സർ. ഇന്ന് വൈകുന്നേരം ഇൻഡസ്ട്രീസ് മിനിസ്റ്റർക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് സർ. 4 മണിക്കാ പ്രോഗ്രാം. ഗുഡ് ലക്ക് ലോഡ്ജിൽ റൂം നമ്പർ 5 ബുക്ക് ചെയ്യണം. ഗുഡ് ലക്ക് ലോഡ്ജോ? ആ ലോഡ്ജ് അല്പം വശപ്പശകാണ് സാർ. അവിടെ ഫ്രീ വിഷയമൊക്കെ ഉണ്ട്. ഇതാണ് ഗുഡ് ലക്ക് ലോഡ്ജ് അല്ലടാ? അതെ സാർ. ഇവിടെ റൂം നമ്പർ 5 ഉണ്ടോ? ഉണ്ട് സാർ, പക്ഷെ അത് പൂട്ടിയിട്ടിരിക്കുക, വാടകയ്ക്ക് കൊടുക്കാറില്ല. മുത്തു മാമാ. അയ്യോ, സാർ ഉദ്ദേശിക്കുന്ന മാതിരി പണ്ടത്തെ ബിസിനസ് ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല. പണ്ടത്തെ ബിസിനസ് എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾ പോയിട്ട് ഒരു സാരിയും ബ്ലൗസും പോലും ഇപ്പൊ ഇതിനകത്ത് കേറ്റാറില്ല. എന്ന് മുതലാ? ഞങ്ങളുടെ മുതലാളി ഗംഗയിൽ പോയി കുളിച്ചിട്ട് വന്നതിന് ശേഷം. ആ മുറി ഒന്ന് കണ്ടു വാ. ഓ മുത്തു. മാധവനാരെ സർ. നിങ്ങൾ ട്രിവാൻഡ്രത്തിന് ഫോൺ ചെയ്ത് റൂം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം അവരെ ഇൻഫോം ചെയ്യാം. ഒന്ന് സ്പീഡിൽ പോടോ. മന്ത്രിയുടെ വണ്ടിയുടെ പുറകെ തന്നെ വെച്ച് പിടിച്ചോ. പുറയിലല്ലാതെ എന്റെ മുമ്പിലാണോ പോണത്? 60 കൂടുതൽ പോകണ്ട. ഒരു കടാണുമ്പോ നിർത്തണേ, എന്തെങ്കിലും കഴിക്കണം. മന്ത്രിയുടെ വണ്ടി നിർത്താതെ ഈ വണ്ടി നിർത്തുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. വിട്ടോ. വയറ് കായുന്നടോ. എന്റെ ഉള്ളാണ് കായണത്. റൂം നമ്പർ 5. വാ വാ വാ. ഞാൻ എന്റെ ഭാര്യയെ വാവേന്ന് വിളിച്ചോട്ടെ? വാവയോ? ആ വാ 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 വാ. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണല്ലേ? മണിപ്പന്തലില്ലാത്ത, എന്തിന് ചടങ്ങിന് ഒരു ഗ്ലാസ് പാല് പോലും ഇല്ലാത്ത ആദ്യ രാത്രി. ആനയിക്കാൻ നാത്തുമാരില്ല, ആരുമില്ല. എല്ലാം നല്ലതിന് വേണ്ടി തന്നെയാ. അന്ന് പാർട്ടിക്ക് വേണ്ടി 5000 രൂപ പലിശയ്ക്ക് തന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ വാവയെ കിട്ടുമായിരുന്നു. പക്ഷെ കഴുത്തറത്ത് പലിശ വാങ്ങിച്ചു കളഞ്ഞോട്ടോ. പലിശയല്ലേ വാങ്ങിയുള്ളൂ, അച്ഛന്റെ ആകെയുള്ള മുതലെങ്കിൽ കൊണ്ടുവന്നില്ലേ? അല്ല, എന്ത് ധൈര്യത്തിൽ ഇറങ്ങി വന്നത്? എന്റെ പോക്കറ്റ് എത്ര രൂപയാണെന്നറിയോ? ഓൺലി 13 റുപ്പീസ്. പേടിക്കണ്ട, ഞാൻ പട്ടിണിക്കൊന്നും ഇടുകയില്ല. ഞാൻ ഉണ്ണുന്നതിന് മുമ്പ് ഒരു ഉരുള ഞാൻ വാവയ്ക്ക് വാങ്ങിച്ചു തരും. ഇനി ലോക ഇടിഞ്ഞു വീണാലും ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, വാവ പേടിക്കണ്ട. കലാകാരന്മാർ ആത്മഹത്യ ചെയ്യും, ബിസിനസ്സുകാർ ആത്മഹത്യ ചെയ്യും, ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്യും. പക്ഷേ രാഷ്ട്രീയക്കാരൻ ആത്മഹത്യ ചെയ്ത് ചരിത്രമില്ല. എന്താ കാരണം അറിയോ? തൊലിക്കട്ടി. മാനമര്യാദയായിട്ട് തിരുവനന്തപുരത്തിരുന്ന് രാജ്യം ഭരിക്കേണ്ട മന്ത്രി അമ്പലപ്പുഴ വന്ന് ഗുഡ് ലക്ക് ലോഡ്ജിൽ മുറിയെടുത്ത് കൊതുകടിയും കൊണ്ട് മലന്ന് കിടന്ന് മട ചിരിക്കുന്നു. ഇത് വട്ടല്ലാതെ പിന്നെ എന്തുവാ? കേട്ടോ കേട്ടോ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. എനിക്കൊന്നും ഉറപ്പാ ടീച്ചർ. ടീച്ചർ എന്ന് പി എസിനെ പിരിഞ്ഞോ അന്ന് പി എസിന്റെ ഐശ്വര്യം തീർന്നു. എനിക്ക് പലപ്പോഴും പി എസിനോട് പറയണമെന്നുണ്ടായിരുന്നു ടീച്ചറിനെ വിളിച്ചുകൊണ്ട് വരാൻ. പക്ഷേ മന്ത്രിയായപ്പോ പി എസ് എല്ലാം മറന്നു. അധികാരം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ.
എനിക്കത് ബോധ്യായി. തമാശയ്ക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് PS സംസ്ഥാനത്തിന്റെ സ്വത്താണെന്ന്. ഇപ്പൊ അതുപോലെയായി. നമുക്കാർക്കും ഒരു അവകാശമില്ല. ഞാനൊരു കത്ത് തന്നാൽ അത് സുഖേട്ടന് കൊടുക്കാമോ? അയ്യോ പിന്നെന്താ, ഞങ്ങൾ തമ്മിൽ പിണക്കൊന്നുമില്ല. ഞാൻ ഇപ്പോഴും PS-ന്റെ സുഹൃത്ത് തന്നെയാ, മന്ത്രിയാണേലും അല്ലേലും. എന്റെ അച്ഛനുമായി ഇക്കാര്യത്തിൽ ഞാൻ എന്നേക്കുമായി പിണങ്ങിക്കഴിഞ്ഞു. എനിക്കാകെ ഉള്ളത് സുഖേട്ടനാണ്. ഈ കത്ത് കിട്ടിയാലെങ്കിലും സുഖേട്ടൻ എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോണം. എനിക്കവിടെ വീണ്ടും വരാൻ അറിയാൻ പാടില്ലാത്തോണ്ടല്ല, പക്ഷെ ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? വെട്ടി സൂക്ഷിക്കണം കേട്ടോ. കുരുടാമണ്ണിൽ ശശി ഇനി എന്റെ സ്റ്റാഫിൽ വേണ്ട. വേണ്ട. PS-ന്റെ ജീവിതത്തിൽ ഇനി കുറച്ച് നാളത്തേക്ക് ടീച്ചറും വേണ്ട. ഇന്നത്തെ പ്രോഗ്രാം എന്താ? ഈയിടെ ആയിട്ട് പ്രത്യേകിച്ചൊന്നും ചാറ്റ് ചെയ്യാറില്ല. രാവിലെ മിനിസ്റ്റർ പറഞ്ഞതിന് ശേഷമേ. വേണമെങ്കിൽ എൻ്റെ സ്വീകരണമാകാം, ഒരു ഉദ്ഘാടനം, പിന്നെ ഒരു അനുശോചനം. പക്ഷേ 6 മണിക്ക് ശേഷം ഒരു പ്രോഗ്രാമും ചാർട്ട് ചെയ്യണ്ട. സാർ, എൻ്റെ സ്കൂട്ടർ ഇവിടെ വർക്ക്ഷോപ്പിലാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുമ്പ് അത് റെഡി ആവണം. സാർ, സ്കൂട്ടറിൽ എവിടെ പോകാനാണ്? 6 മുതൽ 10 മണി വരെയുള്ള എൻ്റെ പ്രോഗ്രാം എൻ്റെ കയ്യിലാണ്. അവൻ എത്ര വലിയ മന്ത്രിയായാലും എന്റെ മോന. പണ്ട് ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിക്കാൻ വന്നപ്പം യവന്റെ അച്ഛനെ യോഗ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കാർ അയച്ചു. അദ്ദേഹം കയറിയില്ല, നേരെ ഒരു സൈക്കിൾ എടുത്ത് യോഗ സ്ഥലത്തെത്തി. എന്റെ മോനും ആ പാരമ്പര്യം തന്നെ. ജനങ്ങളുടെ ഇടയിൽ കൂടെ കൂടി സ്കൂട്ടർ ഇട്ട് ഓടിച്ച് ജനകീയ മന്ത്രി എന്നുള്ള പേര് സമ്പാദിക്കാനായിരിക്കും. അവൻ ജനകീയ മന്ത്രിയാ, ഞാൻ ജനകീയ മന്ത്രിയുടെ അമ്മയാ. അല്ലേ, താൻ ഇവിടുത്തെ കുക്ക എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. എന്നെ കുക്കെന്ന് വിളിച്ചാലുണ്ടല്ലോ. തന്നെ കുക്കെന്ന് വിളിച്ചാ താൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ ഊരവലത്തെ പൊടിയും തട്ടി പോക്കിന് പോകും. തമ്പിച്ചേട്ടാ, നിങ്ങൾ ഇവിടെ വാ പോന്ന് പറഞ്ഞാ ഞങ്ങൾ എന്ത് ചെയ്യും? വൈകിട്ട് സ്കൂട്ടർ എടുത്തിട്ട് പോകുന്ന പറയണത്. ആരും കൂടെ ചെല്ലുന്ന ഓർഡർ. അതൊന്നും പറഞ്ഞ ഞാൻ സമ്മതിക്കൂല. എവിടെ പോയാലും ഞാൻ കൂടെ പോവും. ഇതെന്റെ ചോറാണ്. മിണ്ടാതിരിക്കടോ. നേരം ചോറ് ചോറ്. മന്ത്രി സ്കൂട്ടറിലാണല്ലോ പോണത്. അതെ. സ്റ്റേറ്റുകാർ ഒഴിഞ്ഞെടുക്കുക. അതെ. നമ്മൾ സ്റ്റേറ്റുകാർ കയറി മന്ത്രിയുടെ പിന്നാലെ ഫോളോ ചെയ്ത് പോകുന്നു. നേതാവേ, എന്റെ മനസ്സിനുള്ളിൽ ഒരു കൊച്ചു മോഹം. പറയൂ. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, ഞാൻ പറഞ്ഞേക്കാം. ഈ മുണ്ട് ഷർട്ടും മാത്രമേ ധരിക്കാവൂ എന്ന് പറഞ്ഞാണോ ബ്രഹ്മാവ് ഭൂമിയിലേക്ക് അയച്ചത്? ഇത് വിശുദ്ധിയുടെ വസ്ത്രമാണ്, ലാളിത്യത്തിന്റെ പ്രതീകമാണ്. എല്ലാമാണ്. പക്ഷേ എന്റെ മോഹം പറഞ്ഞിട്ടില്ല. എന്താണ്? സുഖേട്ടൻ പാൻസ് ഷർട്ടും ഇട്ട് കൺകുളിർക്ക കാണണം. എന്ന് സാധിക്കും? പരിഗണിക്കാം. എന്തിനും രാഷ്ട്രീയക്കാരന്റെ ഭാഷയുള്ളൂ, പരിഗണിക്കാം. എടോ, ഒരു മിനിസ്റ്റർ ഇന്നുവരെ കടലിൽ പോയിട്ടില്ല. കടലിൽ പോകുമ്പോന്ന് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കാറേ ഉള്ളൂ. ഒന്ന് അടങ്ങടോ. അച്ഛാ, ഒരു ഹാപ്പി ന്യൂസ്. എന്താ മോളെ? വത്സല കോളേജ് ലെക്ചറായി. വെരി ഗുഡ്. ഇതാ ഓളെ. അപ്പോ ആ സുകുമാരൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ. അതൊക്കെ നല്ല പിടിപാടുണ്ടല്ലേ? പിടിപാടുണ്ടെന്നല്ല, അദ്ദേഹം വിചാരിച്ചോണ്ട് മാത്രം എനിക്ക് ജോലി കിട്ടിയത്. അച്ഛൻ രണ്ടു വാക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം, എനിക്ക് വേണ്ടി. താഴെ ഇരിപ്പുണ്ട്. രാഷ്ട്രീയക്കാരനാ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് വെച്ച് മുതലെടുക്കുമോന്നാ എന്റെ പേടി.
മിസ്റ്റർ സുകുമാരൻ, എന്റെ മകൾക്ക് കാളയെ ജോലി കിട്ടിയെന്ന് അറിഞ്ഞു. ഐ എം വെരി ഹാപ്പി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് തിരിച്ച് ഞാൻ എന്താ അങ്ങോട്ട് ചെയ്യേണ്ടത്? ഒന്നേ ചെയ്യാൻ പറ്റൂ. സാറിന്റെ മകളെ എനിക്ക് തരിക. നിങ്ങള് എന്താ അനാവശ്യമായി പറയുന്നത്? പ്രകോപിതനാകരുത്. ചുരുക്കി അങ്ങ് പറയാം. ഞാൻ വത്സലയെ സ്നേഹിക്കുന്നു. അതിനേക്കാൾ വത്സല എന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നയം വ്യക്തമാക്കി. ഇനി സാറിന്റെ നയം വ്യക്തമാക്കണം. ഇതിലെന്തോന്ന് നയം? മിനിസ്റ്റർ ഓടണം. ഓടുന്ന മിനിസ്റ്ററിയാണ് നമുക്ക് ആവശ്യം. മന്ത്രിയെ പറ്റി തന്നത് പോരാ. മിനിസ്റ്റർ ഇരിക്കുന്നു. ആ, രണ്ടിക്ക് കൊടുക്കാൻ കഴിവുള്ളവരാണ് നമുക്ക് വേണ്ടത്. പക്ഷെ എനിക്ക് വെയിറ്റ് പോരാ. എന്താടാ മന്ത്രിയുടെ കൈ പൊങ്ങില്ലെന്ന്? ഇത് വട്ടല്ല അല്ലേ? ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളോട് ഇത് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മതിയായ ഉത്തരം തന്നേ പറ്റൂ. നിങ്ങൾ പ്രോട്ടോകോൾ ലംഘിച്ച് കുപ്രസിദ്ധി ആർജിച്ച ഒരു ലോഡ്ജിൽ അന്തി ഉറങ്ങി. സഞ്ചരിക്കാൻ ചേർക്കാറുള്ളപ്പോ നിങ്ങൾ റോഡിൽ കൂടി സ്കൂട്ടർ ഓടിച്ച് ബീച്ചിൽ ചെന്ന് തലയുണ്ടാക്കി. അതും ഒരു പത്രക്കാരനുമായിട്ട്. എന്താ നിങ്ങളുടെ സമതല തെറ്റിയോ? ഭരണകാര്യങ്ങളിൽ അല്പ യൗവനം കടം തരണമെന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഇതിനൊന്നുമല്ല. നിങ്ങളുടെ വകുപ്പിൽ അടിയന്തരമായി തീരുമാനിക്കേണ്ട എത്ര ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നതെന്ന് അറിയാമോ? അതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ ഞാൻ ഇനി മറ്റൊരു മന്ത്രിയെ കൂടി നിയമിക്കണോ? പറയൂ. നിങ്ങൾക്ക് കുടുംബപരമായി രസക്കേടുകളുണ്ടെന്ന് പലരും പറയുന്നു. പക്ഷെ അതൊന്നും ഭരണത്തെ ബാധിക്കാൻ പാടില്ല. 28ാം വയസ്സിൽ ഭാര്യ നഷ്ടപ്പെട്ടവരാണ് ഞാൻ. പക്ഷെ ഈ 72ാം വയസ്സിലും ഭരണത്തിന്റെ കാര്യത്തിൽ സ്വകാര്യ ദുഃഖങ്ങൾ മറക്കുവാൻ എനിക്ക് കഴിയുന്നു. നിങ്ങൾക്കൊന്നിന് കഴിയണം. നിങ്ങളൊരു മന്ത്രിയാണ്. ഒരു മന്ത്രിപദം അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ സാധിക്കണം. അതായത് നിങ്ങൾ ഒരു മന്ത്രിയാണ് എന്നുള്ള അംഗീകാരം നേടണം എന്നർത്ഥം.